വിശദമായ വാർത്തകളിലേക്ക് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോയുടെ പ്രചരണത്തിനായി മാത്രം കേന്ദ്ര സർക്കാർ ചിലവഴിച്ചത് പദ്ധതി ഫണ്ടിന്റെ 56% തുകയാണ്. പദ്ധതിക്കായി അനുവദിക്കപ്പെട്ട 648 കോടി രൂപയിൽ 365 കോടി രൂപയാണ് പരസ്യങ്ങൾക്കായി ചിലവഴിച്ചത്. ആകെ ഫണ്ടിന്റെ 25% സംസ്ഥാന ജില്ലാ ഭരണകൂടങ്ങൾ വഴി വിനിയോഗിച്ചപ്പോൾ 19% ഫണ്ട് ഇപ്പോഴും വിനിയോഗിക്കാൻ അനുവദിക്കാതെ കിടക്കുന്നു. കുട്ടികളുടെ സ്ത്രീ പുരുഷ അനുപാതം കുറയുന്നത് തടയുമെന്ന പ്രഖ്യാപിത ലക്ഷ്യവും നടപ്പായില്ലെന്നും കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു. ഫണ്ടുകൾ പരസ്യത്തിനായി ചിലവഴിക്കുകയും താഴേക്കിടയിലേക്ക് ചെലവാക്കാത്തതും പദ്ധതിയെ പരാജയമാകാൻ കാരണമാക്കുകയാണ്. കുട്ടികളുടെ സ്ത്രീ പുരുഷാനുപാതം കുറയുന്നത് തടയുക, പെൺകുട്ടികളോടുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ മാറ്റമുണ്ടാക്കുക ഇവ ലക്ഷ്യമിട്ടാണ് കേന്ദ്ര സർക്കാർ 2015 ജനുവരിയിൽ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി കൊണ്ടുവന്നത്. പദ്ധതിയുടെ പ്രചരണം മാത്രമാണ് കേന്ദ്ര സർക്കാർ നടത്തിയതെന്നും ഫണ്ടുകൾ ഫലപ്രദമായി താഴേക്കിടയിൽ വിനിയോഗിച്ചിട്ടില്ലെന്നും വ്യക്തമാക്കുന്നതാണ് പുറത്തുവന്ന കണക്കുകൾ. വനിതാ ശിശുവികസന സഹമന്ത്രി വീരേന്ദ്രകുമാർ ജനുവരി 4 ലോക്സഭയിൽ നൽകിയ മറുപടി പ്രകാരം പദ്ധതി തുടങ്ങിയത് മുതൽ ഇതേവരെ അനുവദിച്ച 648 കോടി രൂപയിൽ പരസ്യങ്ങൾക്ക് വേണ്ടി മാത്രം ചെലവഴിച്ചത് 364 കോടി 66 ലക്ഷം രൂപയാണ്. ആകെ അനുവദിച്ച ഫണ്ടിന്റെ 56% വരുമിത്. ബാക്കിയുള്ള ഫണ്ടിന്റെ 24.5% സംസ്ഥാന ജില്ലാ ഭരണകൂടങ്ങൾ വഴി വിനിയോഗിച്ചത്. കൃത്യമായി പറഞ്ഞാൽ 159 കോടി 18 ലക്ഷം രൂപ. ഇതൊന്നും കൂടാതെ 19.16% ഫണ്ട് ഇതേവരെ ചെലവഴിച്ചിട്ടില്ലെന്നും കണക്കുകൾ പറയുന്നു. 2018-19 വർഷത്തിലാണ് പദ്ധതിക്ക് കൂടുതൽ തുക വകയിരുത്തിയത്, 280 കോടി രൂപ. ഇതിൽ പരസ്യത്തിന് ചെലവഴിച്ചത് 155 കോടി 71 ലക്ഷം രൂപയാണ്. ഇതിൽ തന്നെ 70 കോടി 63 ലക്ഷം രൂപ മാത്രമാണ് ഇതേവരെ ചെലവഴിച്ചത്. കുട്ടികളുടെ സ്ത്രീ പുരുഷാനുപാതം കുറയുന്നത് തടയുക എന്ന ലക്ഷ്യം ഫലപ്രദമായി നടപ്പിലായിട്ടില്ലെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. പദ്ധതി ഇതേവരെയായി നടപ്പിലാക്കിയ രാജ്യത്തെ 161 ജില്ലകളിൽ 53 ജില്ലകളിലും അനുപാതം കുറയുന്നുവെന്ന പഠനങ്ങളാണ് ഇതിനാധാരം. പദ്ധതി തുക വ്യാപകമായി പരസ്യത്തിന് വേണ്ടി ചെലവഴിക്കുകയും താഴേക്കിടയിൽ നൽകാത്തതുമാണ് പദ്ധതി പരാജയത്തിലേക്ക് നീങ്ങുന്നതിന് പിന്നിലെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. പ്രളയാനന്തര കേരള പുനർനിർമ്മാണത്തിന് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് എത്ര തുക സംഭാവനയായി ലഭിച്ചുവെന്ന് വെളിപ്പെടുത്താൻ തയ്യാറല്ലെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് രേഖാമൂലമാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഇതുവരെ കേരളത്തിന് 2,36,50,000 രൂപ നൽകിയതായി ഓഫീസ് രേഖാമൂലം അറിയിച്ചു. വിദേശ രാജ്യങ്ങളടക്കം കേരളത്തിന്റെ പുനർനിർമ്മാണത്തിന് സഹായ വാഗ്ദാനം അറിയിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാട് ഏറെ വിവാദമായിരുന്നു. നേരിട്ട് കേരളത്തിന് സഹായം കൈപ്പറ്റാൻ വിലക്ക് കൽപ്പിച്ച കേന്ദ്രം പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അവ കൈമാറാനാണ് നിർദ്ദേശിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി സന്നദ്ധ സംഘടനകളും വ്യക്തികളും സഹായം പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുകയും ചെയ്തു. എന്നാൽ ഈ വിധത്തിൽ കേരളത്തിന്റെ പുനർനിർമ്മാണത്തിനായി കൈമാറിയ തുക എത്രയാണെന്ന് വെളിപ്പെടുത്താനാകില്ലെന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ഇപ്പോഴത്തെ നിലപാട്. വിവരാവകാശ പ്രകാരമുള്ള അപേക്ഷയ്ക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യം രേഖാമൂലം അറിയിക്കുകയും ചെയ്തു. കേരളത്തിന് വേണ്ടി ദുരിത ബാധിതർക്ക് വേണ്ടി കേരളത്തിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി വിദേശ രാജ്യങ്ങളും സംഘടനകളും ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള സഹായം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിന് ബാധ്യതയുണ്ട്. ആ വിവരം റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് നൽകാനുള്ള നിയമപരമായ ചുമതല പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കുണ്ട്. ദൗർഭാഗ്യവശാൽ അതിന് വിരുദ്ധമായ ഒരു നിലപാടാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. 2018 ഓഗസ്റ്റിന് ശേഷം കേരളത്തിന്റെ പുനർനിർമ്മാണത്തിനായി ലഭിച്ച തുക എത്രയെന്നത് സംബന്ധിച്ച കണക്ക് വേർതിരിച്ച് സൂക്ഷിച്ചിട്ടുമില്ല. അതേസമയം പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കേരളത്തിന്റെ പ്രളയ ദുരന്തത്തിന് ആശ്വാസമായി നൽകിയത് 2,36,50,000 രൂപ മാത്രമാണെന്നും രേഖാമൂലം വ്യക്തമാക്കിയിട്ടുണ്ട്. 113 പേരുടെ മരണത്തിന് സമാശ്വാസമായി ബന്ധുക്കൾക്ക് 2 ലക്ഷം രൂപ വീതവും 21 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതിന് നഷ്ടപരിഹാരമായി 50,000 രൂപ വീതവുമാണ് അനുവദിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പ്രളയാനന്തര ഭരണസ്തംഭനം, ക്രമസമാധാന തകർച്ച, വിശ്വാസികളോടുള്ള വഞ്ചന എന്നിവയിൽ പ്രതിഷേധിച്ചുകൊണ്ട് UDF സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് സംസ്ഥാനത്തെ മുഴുവൻ കളക്ടറേറ്റുകളും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റും ഉപരോധിച്ച പ്രവർത്തകർ അറസ്റ്റ് വരിക്കും. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും കോഴിക്കോട് കളക്ടറേറ്റ് ധർണ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും എറണാകുളത്ത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും തൃശൂരിൽ കെ മുരളീധരനും മലപ്പുറത്ത് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി MPയും ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്യും. വോട്ടിംഗ് മെഷീൻ ക്രമക്കേട് ആരോപണം BJPയെയും കോൺഗ്രസിനെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കുന്നു. 2014 തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് EVM ഹാക്ക് ചെയ്ത് ആരോപണവുമായി കേന്ദ്രമന്ത്രി ഗോപിനാഥ് മുണ്ടയുടെ മരണവും BJPയെ വെട്ടിലാക്കി. പക്ഷേ വാർത്താസമ്മേളന വേദിയിൽ കപിൽ സിബലിന്റെ സാന്നിധ്യം കോൺഗ്രസിനും വിശദീകരിക്കാനാകുന്നില്ല.
ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ തിരക്കിലായ ബി.ജെ.പിയെ ലക്ഷ്യം വെക്കുന്നതാണ് ഇ.വി.എം ഹാക്കറുടെ വെളിപ്പെടുത്തൽ. 2014 തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ഹാക്കർമാരുടെ സഹായം ബി.ജെ.പി തേടിയെന്ന തുറന്നു പറച്ചിലിനെ പ്രതിരോധിക്കാൻ കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയെയും നിയമമന്ത്രി രവിശങ്കർ പ്രസാദിനെയുമാണ് ബി.ജെ.പി രംഗത്തിറക്കിയത്. ഗോപിനാഥ് മുണ്ടയുടെ മരണം വീണ്ടും ചർച്ചാ വിഷയമാക്കുന്നതാണ് ഇ.വി.എം ക്രമക്കേട്. മരണത്തെക്കുറിച്ച് ദുരൂഹത ഉയർന്നെങ്കിലും അത് പിന്നീട് കാര്യമായി ചർച്ചയായില്ല. ഗോപിനാഥ് മുണ്ടെ സഞ്ചരിച്ച വാഹനത്തിൽ ടാക്സി ഇടിച്ചു കയറ്റിയെന്നാണ് കണ്ടെത്തൽ. അദ്ദേഹത്തിന്റെ സ്വദേശമായ മഹാരാഷ്ട്രയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നതാണ് വെളിപ്പെടുത്തൽ. ഇത് ബി.ജെ.പിയെ കുഴയ്ക്കുന്നു. അതേസമയം വാർത്താ സമ്മേളനത്തിന് പിന്നിലെ കോൺഗ്രസ് സാന്നിധ്യവും ചർച്ചയാകുന്നുണ്ട്. ലണ്ടനിൽ ഹാക്കർ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ അതേ മുറിയിൽ സിബലും ഉണ്ടായിരുന്നു. സംഘാടകർ ക്ഷണിച്ചാണ് പോയതെന്നും ഒരു പാർട്ടിയും പ്രതിനിധീകരിച്ചിട്ടില്ലെന്നും കപിൽ സിബൽ പറയുന്നുണ്ട്. പക്ഷെ ബി.ജെ.പി ഇത് പിടിവെള്ളിയാക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് കോൺഗ്രസിലും ബി.ജെ.പിയും പരസ്പര ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് വഴിതെളിക്കുന്നതാണ് നിലവിലെ സംഭവവികാസങ്ങൾ. ന്യൂസ് ബ്യൂറോ, ദില്ലി. പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് യു ലളിത്, ഇന്ദിരാ ബാനർജി എന്നിവരുടെ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. ഗുരുവായൂർ ദേവസ്വം ബോർഡ് മാതൃകയിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സ്വതന്ത്ര ഭരണ സംവിധാനം ഉണ്ടാക്കണമെന്ന വിധിക്കെതിരെ നൽകിയ ഹർജിയും രാജകുടുംബത്തിന്റെ അപ്പീലും അനുബന്ധ ഹർജികളുമാണ് സുപ്രീംകോടതിയുടെ പരിഗണനയിലുള്ളത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അമൂല്യ ശേഖരങ്ങൾ പ്രദർശിപ്പിക്കാൻ 20,000 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മ്യൂസിയം നിർമ്മിക്കാൻ സുപ്രീംകോടതി നിയോഗിച്ച വിദഗ്ധ സമിതി ശുപാർശ ചെയ്തിരുന്നു. ക്ഷേത്രം ഭരണസമിതിയുമായി വിശദമായി ചർച്ച ചെയ്താണ് സമിതി കോർഡിനേറ്റർ ഡോക്ടർ എം വേലായുധൻ നായർ സുപ്രീംകോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഈ റിപ്പോർട്ടും സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ നിയന്ത്രണം ദേവസ്വം ബോർഡിൽ നിന്ന് എടുത്തു മാറ്റണമെന്നാവശ്യപ്പെട്ട് ബി.ജെ.പി നേതാക്കളായ സുബ്രഹ്മണ്യൻ സ്വാമി, ടി.ജി. മോഹൻദാസ് എന്നിവർ നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് യു ലളിത്, ഇന്ദിരാ ബാനർജി എന്നിവരുടെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്തിരുന്നു. ദേവസ്വം ബോർഡുകളിൽ സർക്കാർ നിയന്ത്രണം ഉറപ്പാക്കുന്ന വകുപ്പുകൾ ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് ഹർജിക്കാരുടെ വാദം. ദൃശ്യങ്ങളടങ്ങുന്ന മെമ്മറി കാർഡിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് ദിലീപ് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് എ.എം. ഖാൻവിൽക്കർ, അജയ് രസ്തോഗി എന്നിവരുടെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. സംസ്ഥാന സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിന് മറുപടി നൽകാൻ ഒരാഴ്ച കൂടി സമയം വേണമെന്നാവശ്യപ്പെട്ട് ദിലീപ് സുപ്രീംകോടതിയിൽ കഴിഞ്ഞ ദിവസം അപേക്ഷ നൽകിയിരുന്നു. ദിലീപിന് വേണ്ടി ഹാജരാകുന്ന മുൻ അറ്റോർണി ജനറൽ മുകുൾ റോത്തഗിക്ക് ഇന്ന് ഹാജരാകാൻ അസൌകര്യമുണ്ടെന്നും കേസ് ഒരാഴ്ചത്തേക്ക് മാറ്റിവെക്കണമെന്നുമാണ് ദിലീപിന്റെ ആവശ്യം. ഈ അപേക്ഷയും സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. മെമ്മറി കാർഡ് തെളിവ് നിയമപ്രകാരം രേഖയുടെ ഗണത്തിൽപ്പെടുന്നതാണെന്നും ക്രിമിനൽ നടപടി ചട്ടപ്രകാരം അതിന്റെ പകർപ്പിന് ഹർജിക്കാരന് അവകാശമുണ്ടെന്നുമാണ് ദിലീപിന്റെ വാദം. എന്നാൽ മെമ്മറി കാർഡ് തൊണ്ടി മുതലാണെന്നും പ്രതിക്ക് കൈമാറാൻ കഴിയില്ലെന്നും സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുമുണ്ട്. സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ശരിയത്ത് ചട്ടങ്ങളെ ചൊല്ലി യൂത്ത് ലീഗ് സമസ്ത തർക്കം. യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി പി.കെ. ഫിറോസിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന് മറുപടിയായി സമസ്ത സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറ രംഗത്തെത്തിയതോടെയാണ് പ്രശ്നങ്ങൾക്ക് ചൂടുപിടിച്ചത്. തുടർന്ന് ഇരു വിഭാഗവും സോഷ്യൽ മീഡിയയിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ്. സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ശരീഅത്ത് ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസ് 6 ചോദ്യങ്ങളും അവയ്ക്കുള്ള മറുപടിയും ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. ഇതിനു മറുപടിയായി പ്രശ്നം അത്ര ലഘുവല്ലെന്ന പോസ്റ്റുമായി സമസ്ത സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറ രംഗത്തെത്തി. ഇതോടെ യൂത്ത് ലീഗും സമസ്തയും വാഗ്വാദങ്ങളും എതിരഭിപ്രായങ്ങളുമായി സൈബർ കളം നിറഞ്ഞു. ശരീഅത്ത് വിഷയത്തിൽ യൂത്ത് ലീഗിന്റെ ഇടപെടലിൽ സംശയമുള്ളവർ സമൂഹമാധ്യമങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കാതെ സമുദായത്തിന് ഗുണം ചെയ്യുന്ന തരത്തിൽ മുന്നോട്ടു വരണമെന്ന് പി.കെ. ഫിറോസ് ഫേസ്ബുക്കിൽ കുറിച്ചു. ചട്ടം നിലവിൽ വന്നാൽ പൊന്നാനി മൗനത്തുൽ ഇസ്ലാം സഭ, കുറ്റിച്ചിറ തർബിയത്തുൽ ഇസ്ലാം സഭ എന്നിവയുടെ ആധികാരികത നഷ്ടപ്പെടില്ലെന്നും കേരളത്തിലെ മുസ്ലിങ്ങൾ മുഴുവൻ ഡിക്ലറേഷൻ നൽകേണ്ടി വരില്ലെന്നും ഫിറോസ് അഭിപ്രായപ്പെട്ടിരുന്നു. സംസ്ഥാന സർക്കാർ ഇറക്കിയ ഉത്തരവിൽ ചില ഭേദഗതികളും ഫിറോസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ ഏറെ അപകടങ്ങളുള്ള ചട്ടം ഇറങ്ങിയപ്പോൾ ഒരു തവണ പോലും വായിച്ചു നോക്കാതെ പിതൃത്വ അവകാശവാദവുമായി യൂത്ത് ലീഗ് ചാടിപ്പുറപ്പെട്ടതാണെന്ന് സമസ്ത നേതാവ് കുറ്റപ്പെടുത്തുന്നു. ആകാശത്തുകൂടി പോകുന്ന മാറാപ്പ് ചാടിപ്പിടിക്കുകയാണെന്ന പരിഹാസവും മുസ്തഫ മുണ്ടുപാറയുടെ കുറിപ്പിലുണ്ട്. ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ടിനെ ലാഘവത്തോടെ കൈകാര്യം ചെയ്യരുതെന്ന് സമസ്ത ലീഗ് നേതൃത്വത്തോടും ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.
തിരുവനന്തപുരം കരമനയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ കട RSS സംഘം കത്തിച്ചു. കരമന ഗ്രാമം യൂണിറ്റ് സെക്രട്ടറി സുരേഷിന്റെ ഭവന നിർമ്മാണ സാമഗ്രികൾ വിൽക്കുന്ന കടയാണ് RSS സംഘം കത്തിച്ചത്. തീപിടുത്തത്തിൽ കടയ്ക്കുള്ളിലുണ്ടായിരുന്ന 2 ഇരുചക്ര വാഹനങ്ങളും കത്തിനശിച്ചു. ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. പ്രദേശത്ത് കഴിഞ്ഞ 2 ദിവസമായി RSS പ്രവർത്തകർ ഡിവൈഎഫ്ഐയുടെ കൊടിമരം നശിപ്പിച്ചതിനെ തുടർന്ന് സംഘർഷം നിലനിന്നിരുന്നു. സംഭവത്തെ തുടർന്ന് CPIM ഡിവൈഎഫ്ഐ നേതാക്കൾ സംഭവസ്ഥലത്തെത്തി. പോലീസ് പ്രതികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചു. പ്രളയ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ കർഷക സൌഹൃദ പദ്ധതികൾ സംസ്ഥാന ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്നാണ് കർഷകർ പ്രതീക്ഷിക്കുന്നത്. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് കാർഷിക മേഖലയ്ക്കായി ശാസ്ത്രീയമായ പുതിയ പദ്ധതികൾ നടപ്പിലാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. കാർഷിക മേഖലയിൽ മാത്രം 19,000 കോടി രൂപയുടെ നഷ്ടമാണ് പ്രളയത്തിലുണ്ടായത്. ഈ സാഹചര്യത്തിൽ കാർഷിക മേഖലയിൽ ഉൽപാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ പദ്ധതികൾ സംസ്ഥാന ബജറ്റിലുണ്ടാകുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ. പ്രതിസന്ധി ഘട്ടത്തിലും നെല്ലുൽപാദനത്തിലും പച്ചക്കറി ഉൽപാദനത്തിലും പാലുൽപാദനത്തിലുമെല്ലാം വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രളയ ദുരന്തത്തെ നേരിടേണ്ടി വന്ന കർഷകർക്കായി പുതിയ കർഷക നയത്തിലൂടെ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ശാസ്ത്രീയമായ പദ്ധതികൾ നടപ്പിലാക്കണമെന്ന് കേരള കർഷക സംഘം സംസ്ഥാന സെക്രട്ടറി KV രാമകൃഷ്ണൻ ആവശ്യപ്പെട്ടു. പഴയ പതിവ് പടി കാർഷിക വികസനത്തിൽ നിന്ന് മാറി ഒരു പുതിയ കാർഷിക വികസനത്തിലേക്ക് കാർഷിക മേഖല മാറേണ്ടതുണ്ട് എന്നാണ് കേരളത്തിലെ കൃഷിക്കാർ ആഗ്രഹിക്കുന്നത്. ഈ യുവജനങ്ങളെ ഈ കാർഷിക മേഖലയ്ക്ക് ആകർഷിക്കത്തക്ക രൂപത്തിലുള്ള ഒരു പ്രഖ്യാപനം ഈ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കാർഷിക മേഖലയിലെ പ്രധാനപ്പെട്ട മേഖലയായിട്ടുള്ള കൃഷി, ജലസേചനം, അതുപോലെ മൃഗസംരക്ഷണം, അതുപോലെ തന്നെ വനം തുടങ്ങിയുള്ള മേഖലയിലെ യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നെൽകൃഷി അഭിവൃദ്ധിപ്പെടുത്തുന്നതിനായി കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. സഹകരണ സംഘങ്ങളിലൂടെ നെല്ല് സംഭരണം നടത്തുന്നതിനായി പൈലറ്റ് പദ്ധതി എന്ന നിലയിൽ പാലക്കാട് സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യം രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. പൊതുമേഖലയിൽ നെല്ല് സംഭരിച്ച് അരിയാക്കി വിപണിയിലെത്തിക്കുന്നതിനായി താലൂക്കുകളിൽ ആധുനിക റൈസ് മിൽ സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. തുടർ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ ഇടപെടൽ ബജറ്റിലുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സഹകരണ മേഖലയിൽ ഒരു മില്ല് ആരംഭിക്കുന്ന നടപടി ആരംഭിച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു സഹകരണ സംഘങ്ങളുടെ കൂട്ടായ്മയുടെ ഒരു കൺസോർഷ്യം സൊസൈറ്റി രൂപീകരിക്കപ്പെട്ട് അതിനുള്ള മൂലധനങ്ങൾ സഹകരണ സംഘങ്ങളിൽ നിന്ന് ശേഖരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടപടിക്രമങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. അതിനെ കൂടുതൽ വിപുലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് വീണ്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. കാർഷിക മേഖലയ്ക്ക് കൂടി ഉപകാരപ്രദമാകുന്ന തരത്തിൽ കഞ്ചിക്കോട് ഭക്ഷ്യസംസ്കരണ പ്ലാന്റ് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. നാളികേര വികസന കൌൺസിലിന്റെ തുടർ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളും ബജറ്റിൽ ഇടം പിടിക്കുമെന്നാണ് കരുതുന്നത്. നെല്ലിന്റെ താങ്ങുവില 1 രൂപ വർദ്ധിപ്പിക്കുക, ജലസേചനം സുഗമമാക്കുന്നതിനായി കനാലുകൾ കർഷകരെ കൂടി ഉൾപ്പെടുത്തി നവീകരിക്കുക, ജലസേചനം കാര്യക്ഷമമായി കൂടുതൽ കൃഷിസ്ഥലങ്ങളിലേക്ക് എത്തിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും കർഷകർ മുന്നോട്ട് വയ്ക്കുന്നു. നിലവിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കർഷക സൌഹൃദ പദ്ധതികൾ പുതിയ ഉണർവ് കാർഷിക മേഖലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന്റെ ചുവട് പിടിച്ച് കൂടുതൽ പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ടാകുമെന്നാണ് കർഷകർ പ്രതീക്ഷിക്കുന്നത്. ക്യാമറമാൻ മഹേഷ് പാലക്കാടിനോടൊപ്പം സിജു കണ്ണൻ. വരൾച്ചയെ നേരിടാനൊരുങ്ങുകയാണ് സംസ്ഥാനം. കോഴിക്കോട് ജില്ലയിൽ ജലവിഭവ വകുപ്പ് അവലോകന യോഗത്തിൽ എല്ലാ ജല ഉറവിടങ്ങളും വേണ്ട രീതിയിൽ വിനിയോഗിക്കാനും സജ്ജമാക്കാനുമുള്ള നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥർക്ക് നൽകി. അതേസമയം കാവേരി വേദിയിൽ പുനഃപരിശോധന അടക്കമുള്ള കാര്യങ്ങൾക്കായി കോടതിയെ സമീപിക്കുമെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. വരുന്ന വേനൽക്കാലം വരൾച്ചയെ നേരിടാനായി സർക്കാർ ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായി ജലവിഭവ വകുപ്പ് പദ്ധതികളുടെ അവലോകനം കോഴിക്കോട് നടന്നു. കെ കൃഷ്ണൻകുട്ടി, TP രാമകൃഷ്ണൻ, AK ശശീന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. ജലസംഭരണവും വിനിയോഗവും കാര്യക്ഷമമായി നടപ്പിലാക്കാനുള്ള പദ്ധതികൾ ഊർജിതമായി നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി പറഞ്ഞു. മറ്റ് പ്രവർത്തനങ്ങളും ഉടൻ നടപ്പിലാവും. കഴിഞ്ഞ വരൾച്ചയിൽ എന്തെല്ലാം പ്രശ്നം ഉണ്ടായത് നോക്കിയിട്ട് അതെങ്ങനെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ആലോചിക്കുന്നത്. ഓരോ സെക്ടറിലും കൃഷിയിൽ എങ്ങനെ പരിഹരിക്കാൻ പറ്റും, കുടിവെള്ളം എങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. അടിയന്തരമായി അതിനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് വരുന്നുണ്ട്. വരൾച്ച വരട്ടെ പറഞ്ഞ് കാത്തിരിക്കല്ല, ഇപ്പൊ തന്നെ അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതേസമയം കാവേരി നദീജല കരാർ പ്രകാരം നേരത്തെ കേരളത്തിന് ബാണാസുര സാഗർ അണക്കെട്ട് വഴി 8 TMC വെള്ളമാണ് ലഭിച്ചിരുന്നത്. ട്രിബ്യൂണൽ വിധിയോടെ ഇത് 0.84 TMC മാത്രമായി മാറി. ബാണാസുര സാഗർ വഴി കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയിലേക്ക് ഈ വെള്ളം എത്തുന്നു. അവശേഷിക്കുന്ന വെള്ളമാണ് കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വേനൽക്കാലത്ത് കുടിവെള്ളമായി ഉപയോഗിക്കുന്നത്.
വെള്ളത്തിന്റെ അളവ് കുറയുന്നത് വേനൽക്കാലത്ത് വലിയ രീതിയിൽ കോഴിക്കോട് ജില്ലയെ ബാധിക്കും. വിധി പുനഃപരിശോധിക്കാനുള്ള സാധ്യത സർക്കാർ ആലോചിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു. ട്രൈബ്യൂണലിന്റെ വിധിയിൽ കണ്ടത് കുടിവെള്ളത്തിന് ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ള നിലയ്ക്ക് വന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് വിധി വന്നത്. പക്ഷെ അത് എങ്ങനെയാ സംഭവിച്ചതെന്ന് അറിയില്ല. എന്തായാലും അതൊരു ഈ കുടിവെള്ളമാണ് നമ്മളെ ഏറ്റവും വലിയ ബാധിക്കാൻ പോകുന്നത്. അത് നമുക്ക് പുനഃപരിശോധനയ്ക്ക് സാധ്യതയുണ്ടോ എന്നുള്ള നിയമവിദഗ്ധന്മാരുമായി ആലോചിച്ച് മുഖ്യമന്ത്രി തന്നെ അതിനെ വിളിച്ചുകൂട്ടിയിരുന്നു. നിയമവിദഗ്ധന്മാരായി ആലോചിച്ചിട്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മുസ്ലിം ലീഗുകാർ കൊലപ്പെടുത്തിയ നാദാപുരത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ CK ഷിബിന് നാടിന്റെ സ്മരണാഞ്ജലി. 4ാമത് ഷിബിൻ രക്തസാക്ഷി വാർഷികം CPIM നേതൃത്വത്തിൽ വെള്ളൂരിൽ നടന്നു. അനുസ്മരണത്തിന്റെ ഭാഗമായി ചേർന്ന കമ്മ്യൂണിസ്റ്റ് കുടുംബസംഗമം കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം MP ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ കൈയടക്കാൻ നരേന്ദ്രമോദി സർക്കാർ കുത്തകകൾക്ക് സാഹചര്യമൊരുക്കിയതായി എളമരം കരീം പറഞ്ഞു. ഷിബിൻ സ്മൃതി മണ്ഡപത്തിൽ CPIM നേതാക്കൾ പുഷ്പാർച്ചന നടത്തി. VP കുഞ്ഞികൃഷ്ണൻ, KK ലതിക, PP ചാത്തു എന്നിവർ സംസാരിച്ചു. ഷിബിന്റെ പിതാവ് CK ഭാസ്കരനും അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തു. കോട്ടയം നഗരമധ്യത്തിലെ ആകാശപാത തൂണിലൊതുങ്ങി. തിരുത്തലുകൾ വരുത്തിവരുത്തിയ ആകാശപാതയെ ഗാന്ധി മണ്ഡപമാക്കി പ്രഖ്യാപിച്ച് കോട്ടയം MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ജനങ്ങളെ കബളിപ്പിച്ച MLAക്കെതിരെ പ്രതിഷേധവുമായി DYFIയും LDFും രംഗത്ത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മന്ത്രിയായിരിക്കെ ഏറെ കൊട്ടിഘോഷിച്ച് പ്രഖ്യാപിച്ചതാണ് ഈ ആകാശപാത. ദീർഘവീക്ഷണമില്ലാതെ നഗരമധ്യത്തിൽ ഇരുമ്പ് തൂണുകൾ ഉയർത്തി ആർക്കും പ്രയോജനമില്ലാത്ത ആകാശപാത നിർമ്മിക്കുന്നതിനെതിരെ വിമർശനവും വിവാദവും ഉയർന്നിരുന്നു. ഇതൊന്നും വകവയ്ക്കാതെ മുന്നോട്ടു പോയ പദ്ധതി ഒടുവിൽ വഴിയാത്രക്കാരുടെ ജീവന് ഭീഷണിയാകും വിധത്തിൽ തൂണിലൊതുങ്ങി. എങ്ങനെ പൂർത്തിയാക്കണമെന്ന് നിശ്ചയമില്ലാതെ വന്നപ്പോൾ MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടവ് മാറ്റി ഇത് ഗാന്ധി മണ്ഡപമാണെന്ന് പ്രഖ്യാപിച്ചു. നിർമ്മാണം നീണ്ടുപോകുന്നതിൽ പ്രതിഷേധിച്ച് DYFI പ്രവർത്തകർ രംഗത്തെത്തി. DYFI കോട്ടയം ജില്ലാ പ്രസിഡന്റ് അജയ് KR. ഈ അടുത്ത ദിവസമാണ് നടപ്പാത മാറ്റി ഒരു ഗാന്ധി സ്മൃതി മണ്ഡപമാക്കി ഇത് മാറ്റാൻ പോകുന്നു എന്ന പുതിയ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഇത് നാടിന് യാതൊരുവിധ ഉപകാരവുമില്ലാത്ത, നാട്ടുകാർക്ക് യാതൊരുവിധ ഉപകാരമില്ലാത്ത ഒരു പദ്ധതിയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് അഴിമതിയുടെ ഒരു നിത്യസ്മാരകമായി കോട്ടയത്തിന്റെ നടുവിൽ ഇപ്പം നിൽക്കുകയാണ്. പ്രതിഷേധം ശക്തമായതോടെ സർക്കാർ പണം നൽകാത്തതാണ് ആകാശപാതയ്ക്ക് തടസ്സമെന്ന നുണപ്രചരണവും നടത്തി MLA ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. ഇതിനെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് LDF. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അടുത്ത മാസം 1 മുതൽ താരിഫ് ഓർഡർ നടപ്പാക്കാനുള്ള ട്രായ് തീരുമാനത്തിനെതിരെ കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. പുതിയ താരിഫ് ഓർഡർ കേബിൾ വരിക്കാർക്ക് കൂടുതൽ സാമ്പത്തിക ബാധ്യത വരുത്തുന്നതും കേബിൾ ഓപ്പറേറ്റർമാരുടെ വരുമാനത്തെ പ്രതികൂലമായി ബാധിക്കുന്നതുമാണെന്നും കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനുകളുടെ സംയുക്ത സമിതി നേതാക്കൾ പറഞ്ഞു. പുതിയ നിരക്ക് നിയന്ത്രണങ്ങൾ ഈ രംഗത്തെ കുത്തകകളെ സഹായിക്കുന്നതിനാണ്. ഉപഭോക്താക്കൾക്ക് ദോഷകരമായതും ഓപ്പറേറ്റർമാർക്കും അവരുടെ കീഴിലെ തൊഴിലാളികൾക്കും പ്രതികൂലവുമായ പുതിയ നിയമത്തിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നതായും സംയുക്ത സമിതി നേതാക്കൾ പറഞ്ഞു. അതിനാൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ മാസം 24-ന് രാജ്യമൊട്ടാകെ 24 മണിക്കൂർ സിഗ്നൽ ഓഫ് ചെയ്ത് പ്രതിഷേധിക്കുമെന്നും സംയുക്ത സമിതി ഭാരവാഹികളായ K വിജയകൃഷ്ണൻ, E ജയദേവൻ തുടങ്ങിയവർ കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.